നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതറിയിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എന്നാ നീ ബോധ്യപ്പെടുത്തറി. എങ്കിൽ ചോദിക്ക് വിഷ്ണുട്ടാ, ദാ ഇവളോട് ചോദിക്ക്, ഇവളോട് പപ്പിയുടെ അച്ഛനാരാന്ന്. അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് അവന്റെ പെണ്ണിന്റെ സന്തോഷം. ശാലിനിയുടെ കാര്യം എനിക്കറിയില്ല, എങ്കിലും ഏതൊരു പെൺകുട്ടിക്കും സന്തോഷം തരുന്ന കാര്യമാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. സത്യാമ്മ എല്ലാരും ഞെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഈ വീട്ടിലേക്ക് വിവാഹം ചെയ്തുകൊണ്ട് വരുമ്പോ നിധി പോലെ കാത്തുകൊള്ളെന്നും പറഞ്ഞ് രാഘവേട്ടന്റെ അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ വീടിന്റെ താക്കോല ഇത്. ഇനി ഇത് സൂക്ഷിക്കേണ്ട അവകാശി ഞാനല്ല, എന്റെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനിയ. ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം അതെനിക്കറിയാം. പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുക്കേണ്ട ഒരു കസേര, അത്രേ ഞാനിതിനെ കാണുന്നുള്ളൂ. മോളെ, സ്നേഹത്തോടെ ഇത് വാങ്ങിക്കേ. വാങ്ങിക്കും മോളെ. ഇത് ഞാൻ എന്റെ വിഷ്ണുവിന്റെ പെണ്ണിന് മനസ്സറിഞ്ഞു തരുന്നതാ. വാങ്ങിച്ചോളൂ. ഈശ്വര, ഇവിടെ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ. നന്നായിട്ടുണ്ട് അമ്മായിയമ്മയുടെ മരുമകളുടെ ഈ നാടകം. രണ്ടുപേർക്കും കൂടി ഒരു കുച്ചിപ്പുടിയും കൂടെ കളിക്കാൻ പാടില്ലായിരുന്നോ? ഇല്ലെങ്കിൽ ഒരു മാർഗം കളിയെങ്കിലും. അല്ല, ഈ കളിയായിട്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു മാർഗമില്ലാത്തവർക്ക് കളിക്കാൻ പറ്റിയ കളിയാണ് ഈ മാർഗം കളിന്ന്. അതുകൊണ്ട് പറഞ്ഞതാ. നിന്നാരെ ഇങ്ങോട്ട് ക്ഷണിച്ചേ? വിഷ്ണുവേട്ട വരട്ടെ, നാവാട്ടാനുള്ള സമയം ഞാൻ തരാം. അതിനു മുമ്പ് വിഷ്ണുവേട്ടന്റെ പ്രിയതമയോട് എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് എന്റെയും രോഹിത്തിന്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ ഫംഗ്ഷനാ. ഇതിൽ നിന്നെ ആരും ക്ഷണിച്ചില്ലല്ലോ. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഈ കഥ നിന്റെ കുഞ്ഞേച്ചിയുടെ മുന്നിൽ അരങ്ങേറുമ്പോ നീ ഇവിടെ തന്നെ വേണം. കാരണം സത്യങ്ങൾ വിളിച്ചു പറയുന്നത് കേട്ട് ബോധം കെട്ട് വീഴാനും ഒരാൾ വേണമല്ലോ. നിനക്കാണെങ്കിൽ ബോധം കെട്ട് വീഴാൻ നല്ല എക്സ്പീരിയൻസും ആണല്ലോ. സുസ്മിത, ഇത് നല്ല രീതിയിൽ നടക്കുന്ന ഒരു ചടങ്ങാ. ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് ആർക്കും നിന്റെ വരവത്ര ഇഷ്ടമായിട്ടില്ല. ആ സ്ഥിതിക്ക് മാന്യമായിട്ട് പുറത്തു പോകുന്നത് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഞാനിവിടെ പൊറുക്കാനായിട്ട് വന്നതല്ല. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഈ മൂത്ത മരുമോളോട് ഒന്ന് ചോദിച്ചുറപ്പുവരുത്താൻ വന്നതാ. ചില സംശയങ്ങൾ. അതിപ്പോ തീർക്കേണ്ടത് എന്റെയും ഈ വീട്ടിലുള്ളവരുടെ ആവശ്യമാ.
അതെ, ഞങ്ങൾക്കൊരു കാര്യം അറിയണ്ട. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോയിക്കേ. പോ 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 പോ. വിഷ്ണുവേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടന്റെ വീട്ടുകാരും ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ശാലിനിയുടെ ഒരു മറുപടി. ആ മറുപടി ഈ വീടിന്റെ അടിത്തറ ഇളക്കുന്നതാണെങ്കിൽ അതറിയിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. എന്നാ നീ ബോധ്യപ്പെടുത്തറി. എങ്കിൽ ചോദിക്ക് വിഷ്ണുവേട്ടാ, ദാ ഇവളോട് ചോദിക്ക്, ഇവളോട് പപ്പിയുടെ അച്ഛൻ ആരാന്ന്. എടി പറഞ്ഞു കൊടുക്കടി, പപ്പിയുടെ അച്ഛൻ ആരാന്ന്. ഇവിടെ വീണ്ടും പപ്പി ആരുടെ മകളാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഡി, എന്തൊക്കെ അനാവശ്യങ്ങളാ നീ വിളിച്ചു പറയുന്നത്? നാവിന് എല്ലില്ലെന്ന് വെച്ച് എന്ത് അനാവശ്യം വിളിച്ചു പറയാന്നാണോ? ദേ ആന്റി, ഇവളോട് ചോദിക്ക്. ഇവള് മിണ്ടാ നിൽക്കുന്ന കണ്ടില്ലേ? ഇവള് പറയട്ടെ പപ്പിയെ പ്രസവിച്ചത് ആരാണെന്ന്. ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം മാറിയില്ലല്ലേ? നല്ല അടി കൊടുക്കാൻ പറ്റിയ വനിതാ പോലീസുകാർ വേണം, എന്നാലേ ഇവളുടെ അഹങ്കാരം നിർത്താൻ പറ്റൂ. നിർത്തിത്താ. നന്നായിട്ട് അവരൊക്കെ ശ്രമിക്കുകയും ചെയ്തു. സുസ്മിതയെ ഒതുക്കാൻ കളരി പഠിച്ച വനിതാ പോലീസിനെ ഇറക്കുകയും ചെയ്തു. ഓ, സ്റ്റെപ്പ് വെച്ച് വരുന്ന നേരം മർമ്മം നോക്കിയൊന്ന് കൊടുത്തു ഞാൻ. വന്നവരൊന്നും വീട്ടിൽ പോയിട്ടില്ല. ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിട്ട് ഇപ്പൊ കുറുന്തോട്ടി വൈദ്യമായിട്ട് നടക്കാന്ന് അറിഞ്ഞത്. അതുകൊണ്ട് ആ സൈസ് ഇനി അങ്ങോട്ട് ആലോചിക്കണ്ട. ദേ, ഇവിടെ എല്ലാരും കൂടെ കേൾക്കാൻ വേണ്ടി പറയാ. ശ്യാമയ്ക്ക് അബോഷനായ വിവരവും ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ള സത്യവും കൂട്ടത്തിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഈ മണുകുണാഞ്ചം പോലും അറിഞ്ഞില്ലാന്ന് വെച്ചാ. പറയട്ടെ. ദാ, ഇവളാ പ്രസവിച്ചത്. ഇവളാ പ്രസവിച്ചത്. ഇവളാ പ്രസവിച്ചത്. ഇവളാ പ്രസവിച്ചത്. അതും ഇരട്ടക്കുട്ടികളെ, 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 ഇരട്ടക്കുട്ടികളെ. അതിലൊരു കുഞ്ഞിനെ പൊന്നനിയത്തിക്ക് വളർത്താൻ കൊടുത്തു. നിങ്ങൾ ആരും അറിയാതെ എല്ലാവരെയും ചതിച്ചുകൊണ്ട്. അതാണ് പത്മിനി എന്ന പപ്പി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.